Download now. CC Learning app. Hi all, welcome to Competitive Cracker. ഞാൻ ധന്യ. അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ സെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ജൂലൈ 2026 നോട്ടിഫിക്കേഷൻ ഇന്നലെയാണ് വന്നത്. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ LBS സെന്റർ എടുക്കുന്ന സമയത്ത്, അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ കൃത്യമായിട്ട് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എല്ലാം ഉണ്ട്. ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 24-ാം തീയതി, ഇന്ന് 12 മണിയോടുകൂടിയായിരുന്നു നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്യാം. അപ്പൊ മറക്കണ്ട, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 22-ാം തീയതിയാണ്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് മെയ് 22-ാം തീയതി മിഡ് നൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ അതുവരെ കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്യുക. കാരണം അതുവരെ കാത്തിരുന്ന് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വലിയൊരു ലോസ് തന്നെയായിരിക്കും. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ ഇരിക്കാതെ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം എനിക്ക് ഇപ്പൊ തന്നെ പറയാനുള്ളത്, നമ്മുടെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, അതായത് നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഉള്ളവർ ഉറപ്പായിട്ടും അതിന്റെ സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ കരുതണം. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡേറ്റ് വെച്ചിട്ടാണ് പിന്നെ വെരിഫിക്കേഷൻ സമയത്ത് അത് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് എല്ലാവരും എടുത്തു വെക്കാനായിട്ട്, അതായത് റിസർവേഷൻ ഉള്ളവർ ഉറപ്പായിട്ടും എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഒന്നും വന്നിട്ടില്ല, അത് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ, അല്ലെ, ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 3 കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ ക്ലിക്ക് ടു ഗെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് തരുന്ന ഒരു പേജ് ഉണ്ട്. അത് വേണ്ടവർക്ക് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഫസ്റ്റ് ടൈം യൂസേഴ്സ് ക്ലിക്ക് ഹിയർ, അതായത് ന്യൂ രജിസ്ട്രേഷൻ, ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവര് ഈ ഒരു ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കെയർഫുള്ളി നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. അപ്പൊ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ OTP വരുന്നതായിരിക്കും. ആ OTPയും കൂടെ അവിടെ എൻറ്റർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ OTP വന്നു. OTP ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പൊ അതിൽ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, അത് അവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക. സബ്ജക്ട് ഓപ്റ്റഡ് ഫോർ സെറ്റ്, അത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ കൊടുക്കണം. നമ്മുടെ സബ്ജക്റ്റ് ആണ്, അല്ലെ? അപ്പൊ അതിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ സബ്ജക്റ്റ് അവിടെ തെറ്റിക്കാതെ തന്നെ, ഇനിയിപ്പോ എഡിറ്റിങ്ങിനൊക്കെ നമുക്ക് ഓപ്ഷൻസ് പിന്നീട് വരും, പക്ഷെ അതിനൊന്നും ഇടവരുത്താതെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ, ഇവിടെ ആന്ത്രോപോളജി ഉണ്ട്, ദെൻ അറബിക്, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് ഇവിടെ സബ്ജക്ട്സ്, നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ ഏതാണോ നിങ്ങളുടെ സബ്ജക്ട്, ആ സബ്ജക്ട് ഇവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഡിസ്ട്രിക്ട് ഓപ്റ്റഡ് ഫോർ സെറ്റ്, ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്ട് വരുന്നത്, അല്ലെ, നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാന്ന് വെച്ചാൽ അതും ഇവിടെ കൃത്യമായിട്ട് ഡിസ്ട്രിക്ട് കൊടുക്കുക. ദെൻ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്, നിങ്ങളുടെ പേര് SSLC ബുക്കിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. അത് നമ്മുടെ ആ ഇൻസ്ട്രക്ഷനിൽ കൊടുത്ത കാര്യമാണ്. നമ്മുടെ SSLC ബുക്കിലുള്ള പേര്, അതിന്റെ ഇനിഷ്യൽ, അത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫുൾ നെയിം അവിടെ കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജെൻഡർ ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്. ദെൻ ആർ യു ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതും കൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ, അത് മെൻഷൻ ചെയ്യണം. ദെൻ നെയിം ഓഫ് ദ പാരന്റ് ഓർ ഗാർഡിയൻ, ദെൻ അഡ്രസ് അവിടെ കൊടുക്കാനുണ്ട്, പിൻകോഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. ആധാർ കാർഡ് ഉണ്ട്, ദെൻ ഫോട്ടോ, ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, ദെൻ വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട്, അതുപോലെ വാലിഡ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് കൊടുത്തതിന് ശേഷം ഐഡന്റിഫിക്കേഷൻ നമ്പറും കൂടെ നിങ്ങൾ അവിടെ ഒന്ന് കൊടുക്കുക. ദെൻ നേറ്റിവിറ്റി അവിടെ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ദെൻ മൊബൈൽ നമ്പർ ഓൾറെഡി നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, നമ്മൾ ഓൾറെഡി അവിടെ കൊടുത്തല്ലോ, അത് അവിടെ കൊടുക്കാം. ദെൻ ലാൻഡ് ലൈൻ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് ഒരു മൊബൈൽ നമ്പർ അവിടെ കൊടുക്കാവുന്നതാണ്. മെയിൽ ID കൃത്യമായിട്ട് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് PG ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ PG ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഏതാണോ സബ്ജക്ട്, PGന്റെ സബ്ജക്ട്, അതിന്റെ യൂണിവേഴ്സിറ്റി, ഇയർ ഓഫ് പാസിംഗ്, ആ ഇയറും കൂടെ കൊടുക്കുന്നു. ദെൻ B.Ed അതുപോലെ കൊടുക്കുന്നു, അല്ലെങ്കിൽ MSc ഓർ M.Ed, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്കുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ അവിടെ കൊടുക്കുക. ദെൻ അത് കൊടുത്തതിന് ശേഷം ഇതും കൂടെ നിങ്ങൾ വായിക്കുക. അതായത് ജനറൽ കാറ്റഗറിക്കാർക്ക് 1300 രൂപയും റിസർവേഷൻ ഉള്ളവർക്ക് 750 രൂപയാണ് നമ്മുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ കാറ്റഗറിക്കാർക്ക് 1300 രൂപയും ദെൻ നമ്മുടെ റിസർവേഷൻ ഉള്ളവർക്ക് 750 രൂപയാണ് നമ്മുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത്. അതെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു അണ്ടർടേക്കിംഗ് കണ്ടോ, ഈ ഒരു കാര്യമുണ്ട്. ദെൻ അതിലൊരു ടിക്ക് കൊടുത്ത് I agree എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക.
ഓക്കെ, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ പേയ്മെന്റ് ഓപ്ഷനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മൾ പേയ്മെന്റും കൂടെ ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണെന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ മറക്കണ്ട, നമ്മുടെ CCയിൽ 90 ഡേയ്സിന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാച്ച് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ തവണ സെറ്റ് കിട്ടാത്തവരും അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് സെറ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വരാനിരിക്കുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോ ഇനി പഠിച്ചാലും നിങ്ങൾക്ക് സെറ്റ് കിട്ടും. കാരണം നമുക്ക് സമയമുണ്ട്. അപ്പൊ ഈ ഒരു സമയം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയമില്ല അല്ലെ. അപ്പൊ ഈ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു 90 ഡേയ്സിന്റെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് തരാൻ പറ്റുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ അല്ലെങ്കിൽ റിസൾട്ട് തന്നെയാണ്. ഒത്തിരി സ്റ്റുഡൻസിന് ഏകദേശം 4800-ലധികം സ്റ്റുഡൻസിനും സെറ്റ് എക്സാം അവർ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ആൻഡ് അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് 9746455514 എന്നൊരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോന് താഴെ കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.